നമ്മുടെ പുഴയിൽ നിന്ന് മാഗ്നറ്റൈറ്റ് കളക്ട് ചെയ്ത വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കളക്ട് ചെയ്ത മാഗ്നറ്റൈറ്റ് കൊണ്ട് ഫെറോ ഫ്ലൂയിഡ് ഉണ്ടായി കാണിക്കാന്നുള്ളത്. ആദ്യം തന്നെ ഫെറോ ഫ്ലൂയിഡ് എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഫെറോ ഫ്ലൂയിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാഗ്നറ്റിക് ആയിട്ടുള്ളൊരു ലിക്വിഡാണ്. നിങ്ങളൊരു മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ആ മാഗ്നറ്റിക് ഫീൽഡിനോട് റെസ്പോണ്ട് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. ഇതുപോലെ ഇങ്ങനെ മുള്ളമ്പന്നിയുടെ മേലെയുള്ള പോലെ സ്പൈക്സ് ഒക്കെ ഫോം ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇതേ സാധനത്തിന് ആമസോണിലുള്ള വില ജസ്റ്റ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇതാണ് നമ്മൾ ഇന്ന് ഫ്രീ ഓഫ് കോസ്റ്റിൽ നമ്മളെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് വെച്ച് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ മാഗ്നറ്റൈറ്റ് കളക്ട് ചെയ്ത വീഡിയോ പ്രൊഫൈലിലുണ്ട്, കാണാത്തവർക്ക് പോയിട്ട് കാണാവുന്നതാണ്. ഈ പ്രോജക്റ്റിന് വേണ്ടി ആദ്യം തന്നെ നമ്മൾ ചെയ്തത് നമ്മൾ കളക്ട് ചെയ്ത മാഗ്നറ്റൈറ്റ് പ്യൂരിഫൈ ചെയ്യുക എന്നുള്ളതായിരുന്നു. അതിനായിട്ട് നമ്മൾ നമ്മുടെ ഗോൾഡ് പാനിലിട്ട് ഗ്രാവിറ്റി സെപ്പറേഷൻ ആയിരുന്നു ആദ്യം ചെയ്തത്. പക്ഷേ ഗ്രാവിറ്റി സെപ്പറേഷന് ശേഷവും നമുക്ക് ഒരുപാട് സിലിക്ക പാർട്ടിക്കിൾസ് ഇതിനകത്ത് കാണാമായിരുന്നു. അവ റിമൂവ് ചെയ്യാനായി നമ്മൾ ഇത് ഓവനിൽ വെച്ച് ചൂടാക്കി ഇതിലെ വെള്ളമൊക്കെ വറ്റിച്ചെടുത്തു. ശേഷം ഒരു മാഗ്നറ്റ് കൂടി ഉപയോഗിച്ച് ഇതിലുള്ള സിലിക്ക പാർട്ടിക്കിൾസും മാഗ്നറ്റൈറ്റും നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുത്തു. ആദ്യമായി നമുക്ക് വേണ്ടത് ഒരു കാരിയർ ഓയിലാണ്. അത് കഴിഞ്ഞ് നമ്മുടെ ഫൈനായിട്ട് പൊടിച്ച മാഗ്നറ്റൈറ്റ്. പിന്നെ വേണ്ടത് മാഗ്നറ്റൈറ്റ് പാർട്ടിക്കിൾസ് തമ്മിൽ ഒട്ടാതിരിക്കാനുള്ള ഒരു സർഫക്റ്റന്റ് ആണ്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഡിഷ് സോപ്പാണ്. മിക്സിങ്ങിനായി ഞാൻ എടുത്തിരിക്കുന്ന റേഷ്യോ നമ്മുടെ മാഗ്നറ്റൈറ്റിന്റെ നേരെ ഇരട്ടി ഓയിൽ എന്നുള്ളതാണ്. കാരിയർ ഓയിലിലേക്ക് മാഗ്നറ്റൈറ്റ് ഇട്ട് നന്നായിട്ട് തന്നെ ഇളക്കി സെറ്റ് ആക്കാവുന്നതാണ്. ഞാനിവിടെ എടുത്ത കാരിയർ ഓയിൽ ബൈക്കിന്റെ എഞ്ചിൻ ഓയിലാണ്. എഞ്ചിൻ ഓയിൽ അവൈലബിൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡാൽഡയോ സൺഫ്ലവർ ഓയിലോ ഉപയോഗിക്കാവുന്നതാണ്. ബേബി ഓയിലോ മിനറൽ ഓയിലോ ആണ് ഈ പ്രോജക്റ്റിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. ഇവ രണ്ടും നന്നായിട്ട് മിക്സ് ആയ ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഡിഷ് സോപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ സീറോ കോസ്റ്റിൽ വീട്ടിലുണ്ടാക്കിയിരിക്കുന്നതാണ് റോക്കറ്റ് ഇൻഡസ്ട്രിയിൽ വരെ ഉപയോഗിക്കുന്ന ഫെറോ ഫ്ലൂയിഡ്. 1960s നാസയാണ് ആക്ച്വലി ഫെറോ ഫ്ലൂയിഡ് കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷനും സയന്റിഫിക് ആപ്ലിക്കേഷനും ഒക്കെയുള്ള ഒരു സാധനമാണ്. നമ്മൾ ഉണ്ടാക്കിയ ഫെറോ ഫ്ലൂയിഡ് ഒരിക്കലും നമ്മൾ ഇൻഡസ്ട്രിയലി നമുക്ക് കിട്ടുന്ന അതിൻ്റെ അത്ര ക്വാളിറ്റി ആയിട്ടില്ല. എൻ്റെ മുന്നിലുള്ള ടാസ്ക് എന്ന് പറയുന്നത് നമുക്ക് സീറോ കോസ്റ്റിൽ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് ഉണ്ടാക്കണം എന്നുള്ളായിരുന്നു. പക്ഷേ അത് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്.